ഒരു കൊല്ലം പോയ പോക്കേ. അതെ അതെ, ഒരുപാട് മാറ്റങ്ങളായതാ. കേളി ഹെയറായി, എല്ലാം മനസ്സിലാക്കാനും വർത്താനം പറയാനും ഒക്കെ തുടങ്ങി. കണ്ണടച്ച് തുറന്നപ്പോഴേക്കും സമയമായെന്ന് പറഞ്ഞ പോലെ ബർത്ത്ഡേ പ്രിപ്പറേഷനും എനിക്കധികം സമയമൊന്നും കിട്ടിയിട്ടില്ല. സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ വേറെ ഒന്നാണ്. ആക്ച്വലി ബർത്ത്ഡേ പ്ലാൻ ചെയ്തത് നാട്ടിലായിരുന്നില്ല. ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുകയാണെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ. എന്തായാലും ഈ ഒരു ആഗ്രഹം അങ്ങനെ നടന്നില്ല. അപ്പൊ അതിന്റെ കാരണം ഞാൻ പിന്നെ പറയാം. എന്തായാലും ബർത്ത്ഡേക്ക് ഇനി 2 ഡേയ്സും കൂടെ ഉള്ളൂ. അപ്പൊ അത്യാവശ്യം ഷോപ്പിങ്ങും ഡെക്കോസും സെൽഫായിട്ട് തന്നെ അങ്ങ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഈ 2 ദിവസം കൊണ്ട് വേറെ പ്ലാനിങ്സ് ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത, അത് ഞാൻ ആഗ്രഹിച്ചൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ ബർത്ത്ഡേ പുറത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ വേറെ ഞാൻ വെച്ചിരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് പിന്നെ കാണിക്കാം. ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് എന്നിട്ടുണ്ട്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ആളുടെ പല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. രാത്രി ആയപ്പോ കൊല്ലങ്ങളായിട്ട് കണ്ടു മറന്ന ഒരു സംഭവം, നമ്മുടെ മിന്നാമിന്നി അത് വന്നു. മിന്നാമിന്നിയുടെ എൻട്രി കഴിഞ്ഞ് അടുത്തൊരാളുടെ എൻട്രിയും കൂടി ഉണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാത്തൊരു അതിഥി. ചാരുവിന് വഴിന്ന് കൊണ്ടുവന്നതാണ് മേമ. ഇത് കോഴിക്കുഞ്ഞാണ്. ചാരു ആദ്യമായിട്ടാണ് ഒരു കോഴിക്കുഞ്ഞിനെ നേരിട്ട് കാണുന്നത്. അത് ടോയല്ല, ജീവനുള്ളതാ താരു. ശരിക്കും പറഞ്ഞതാണ് കേട്ടോ. വഴി കിടന്ന് കിട്ടിയ കോഴിക്കുഞ്ഞാണിത്. അതിന് ആദ്യം തന്നെ ടാരുവിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഈ കാണുന്നത്. കോഴീനെ കണ്ടിട്ടില്ലാത്തോണ്ടാണ് ഈ കിളി കിളി എന്ന് പറഞ്ഞ് ഞങ്ങള് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ടാരു എന്തായാലും അടുക്കുന്നേ ഇല്ല. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.